ഹലോ. അപ്പം ഇന്ന് നമ്മുടെ ഗ്ലോ അപ്പ് ചാലഞ്ചിൻ്റെ 7th ഡേ ആണ്, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടെ നമ്മുടെ ഈ സീരീസ് തീരുക. അപ്പം നമുക്ക് എങ്ങനെ പെട്ടെന്ന് അതിലേക്ക് കടന്നാൽ, ഇന്ന് നമ്മുടെ ഹോം റെമഡിക്ക് വീണ്ടും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യമാണ് ബെഞ്ചാറസിൻ്റെ മിൽട്ടാനിയം മിട്ടി. ഇതും നമുക്ക് വേണം. പിന്നെ വേണ്ട 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് വേണ്ടത് ആലോവേറ ജെല്ലാണ്. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ ആലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ സ്വന്തം പാലാട്ടോ. കമത്താൻ പറ്റില്ല, വീണു പോകും. അപ്പം ഇത് 3 നമുക്ക് മിക്സ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലും. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് പാലിലേക്ക് മിൽത്താനിയം മിട്ടി ഇടുകയാണ്. ഈ മിൽത്താനിയം മിട്ടി നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിഡ്യൂസ് ചെയ്യാനും, അത് മാത്രമല്ല എക്സസ് ആയിട്ട് നമ്മുടെ മുഖത്ത് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒത്തിരി സഹായിക്കും. പിന്നെ അറിയാലോ ആലോവേറ ജെല്ലിൻ്റെ ഉപയോഗം, അത് മുഖത്ത് ഒന്ന് സോഫ്റ്റ് ആക്കാനും ഡ്രൈനെസ് ഒക്കെ മാറ്റാനും വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ പാല് നമ്മൾ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, അതിനൊരു എക്സ്ട്രാ നമുക്കൊരു ലെയർ ഓഫ് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ആലോവേറ ജെല്ല് മാത്രം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ പാൽ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ടെക്സ്ചർ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ പാൽ സഹായിക്കും. ഇത് ഞാൻ പാലും മുൾത്താനി മിട്ടിയും കൂടി മിക്സ് ആക്കിയതാണ്. അത് ഞാൻ ഒരു സ്പൂൺ കറക്റ്റ് ഒന്നും ചെയ്യില്ല, കുറച്ച് അലോവേറ ജെല്ലും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ആക്കാം. അപ്പം ഇത് 3 നമ്മൾ ഇടുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒന്ന് ടൈറ്റൻ ആക്കും. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആലോവേറ ജെല്ലും പാലും മിൽത്താനിയം മിട്ടിയും കൂടി മിക്സ് ആക്കിയതാണ്. നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയൊന്ന് കണ്ടാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? അപ്പോൾ നമ്മൾ പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിൽത്താനിയം മിട്ടി നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്നതും നമ്മുടെ ഫേസിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ സ്കിന്നൊന്ന് വലിയുന്ന പോലെ നമുക്ക് എന്തായാലും തോന്നും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വലിയുന്ന ടൈം ആകുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് കഴുകിക്കളയാൻ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നും, കാരണം നമ്മുടെ സ്കിൻ ഒത്തിരി നല്ലപോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്നപോലെ നമുക്ക് ഫീൽ ആകും. അപ്പം എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ഒത്തിരി ക്രാക്ക് വീഴുന്ന പോലെ ഡ്രൈ ആക്കാൻ നിൽക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ കഴുകിക്കളയാൻ നോക്കുക. അപ്പോൾ നമുക്കിത് കഴുകിക്കളയായിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. എൻ്റെ മുഖത്തിലെ ഡേർട്ടും പൊല്യൂഷൻസൊക്കെ മാറി മുഖത്തും ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്കിന്നൊന്ന് സോഫ്റ്റ് ആയതുപോലെ ഉണ്ട്. അപ്പം എങ്ങനെ എല്ലാവരും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇടയ്ക്ക് ഫീഡ്ബാക്ക് പറയല്ലേ. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.